ഇനി ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത് കേരളത്തിൽ പിണറായി വിജയൻ ആയിരക്കണക്കിന് ഫ്ലക്സ് ബോർഡുകൾ, ഹോർഡിങ്സ് ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദം പവർ കട്ടില്ലാത്ത കേരളം എന്നാണ്. ഈ പവർ കട്ടില്ലാത്ത കേരളം എന്ന് പിണറായി വിജയൻ കൊട്ടിഘോഷിക്കുന്ന കേരളം സൃഷ്ടിച്ചത് പിണറായി വിജയൻ അല്ല എന്ന് കണക്കുകൾ വ്യക്തമാക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കേരളം സൃഷ്ടിച്ചു തന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ പരിശ്രമ ഫലമായിട്ടാണ്. 2014 ശേഷമാണ് കേരളം പവർ കട്ടില്ലാത്ത കേരളമായിട്ട് മാറിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം നാഷണൽ പവർ ഗ്രിഡുമായിട്ടുള്ള ലിങ്ക് പൂർത്തിയായതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. 2016 മുതൽ 600 ഇരട്ടി ഇലക്ട്രിക് സപ്ലൈ ആണ് കേരളത്തിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ മനസ്സിലാക്കേണ്ടത് കൂടംകുളം പദ്ധതി യാഥാർത്ഥ്യമായതും നാഷണൽ പവർ ഗ്രിഡ് ലിങ്ക് ചെയ്യപ്പെട്ടതുമാണ് കേരളത്തിൽ ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാത്ത കേരളമായിട്ട് കേരളം മാറാൻ കാരണമായത്. ഈ കൂടംകുളം പദ്ധതി അട്ടിമറിക്കാനായിട്ട് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ കൂടംകുളത്ത് പോയിട്ട് കൂടംകുളം പദ്ധതിക്കെതിരെ സമരം ചെയ്തു എന്നുള്ള കാര്യം ഈ ഫ്ലക്സ് ബോർഡും ഹോർഡിങ്സും വയ്ക്കുന്ന ശ്രീ പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടി അറിയണം. ഈ രീതിയിൽ കൂടംകുളം പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ച്, അതോടൊപ്പം തന്നെ നാഷണൽ പവർ ഗ്രിഡിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച്, ഇതിനെ എല്ലാം തരണം ചെയ്ത് നരേന്ദ്രമോദി സർക്കാർ അത് യാഥാർത്ഥ്യമാക്കിയപ്പോഴാണ് കേരളം പവർ കട്ടില്ലാത്ത കേരളമായിട്ട് മാറിയത്. അതിനെ സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 2016-17 മുതൽ 2025-26 ജനുവരി മാസം വരെ ഈ കേരളത്തിന് കേന്ദ്ര നാഷണൽ ഗ്രിഡിൽ നിന്ന് ലഭിച്ച വൈദ്യുതിയെ സംബന്ധിച്ചിട്ടുള്ള വിവരാവകാശ പ്രകാരമുള്ള കണക്കാണ്. ഇത് 600 ഇരട്ടി വൈദ്യുതിയാണ് കേരളത്തിന് നാഷണൽ ഗ്രിഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ ഈ വൈദ്യുത പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന പണത്തിനെ സംബന്ധിച്ചുള്ള വിവരാവകാശമുള്ള രേഖകളും ഇവിടെ ലഭ്യമാണ്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് പവർ കട്ടില്ലാത്ത കേരളം സൃഷ്ടിച്ചത് പിണറായി വിജയനല്ല, അത് നരേന്ദ്രമോദി സർക്കാരാണ് കേരളത്തിൽ സൃഷ്ടിച്ചത് എന്ന് ഞങ്ങൾ സ്ഥാപിക്കുകയാണ്. ഈ രണ്ട് വിവരാവകാശ രേഖകൾ വഴി ഞങ്ങൾ സ്ഥാപിക്കുകയാണ്.